പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. നാം നീതീകരണത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്രഭാതത്തിലും ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുന്നു. ഓരോ ദൂതുകളും വിശ്വാസത്തിന്റെ വർധനവിനും പ്രത്യാശ ഉണർത്തുവാനും പ്രതീക്ഷയോടെ ദൈവിക വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുവാനും വചനത്തിൽ ഉറയ്ക്കുവാനും നമുക്ക് ഏവർക്കും ഇടയായി തീരുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. നീതീകരണം എന്താണെന്ന് നാം പഠിച്ചു കഴിഞ്ഞു. അതിന്റെ ഫലങ്ങൾ എന്താണെന്ന് നാം ചിന്തിക്കുമ്പോൾ ഈ പഠനം ഇവിടെ പൂർണ്ണമാകും. ദ ഫ്രൂട്ട്സ് ഓഫ് റൈച്ചസ്നെസ്. ഒന്ന്, അത് ശിക്ഷാവധിയിൽ നിന്നുള്ള വിടുതലാണ്. ശിക്ഷാവധി. റോമാലേഖനം 8:1 പറയുന്നത്, ഇപ്പോൾ ക്രിസ്തുയേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. അവിടെ എനിക്ക് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്നൊരു പുതിയ പ്രമാണം വന്നു ചേർന്നു. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം വന്നപ്പോൾ മാറിയത് മറ്റു പ്രമാണങ്ങളാണ്. അതേതൊക്കെയാണ്? പാപത്തിന്റെ പ്രമാണം മാറി, ശിക്ഷാവിധിയുടെ പ്രമാണം മാറി, ന്യായപ്രമാണം മാറി, മരണത്തിന്റെ പ്രമാണം മാറി, ബുദ്ധിയുടെ പ്രമാണം മാറി. ഇപ്പോൾ ആത്മാവിന്റെ പുതിയ പ്രമാണം, കൃപയുടെ പ്രമാണം, പൗലോസ് പറയുന്ന ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അതെനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് ഞാൻ പാപത്തിൽ തുടരുന്നില്ല, ഞാൻ ജഡത്തിന്റെ താല്പര്യങ്ങൾ ജീവിക്കുന്നില്ല. ഞാനിപ്പോൾ ആയിരിക്കുന്ന ക്രിസ്തുയേശുവിലാണ്. അതുകൊണ്ട് ക്രിസ്തുയേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. ശിക്ഷാവധി എന്നുള്ള വിടുതൽ ഒരു പുതിയ നിയമ ഭക്തരെ സംബന്ധിച്ച് ദൈവത്തിന് ഉച്ചൈസ്തരം സ്തോത്രം പറയുവാൻ എന്റെ ശിക്ഷ ക്രിസ്തുവിൽ മാറിക്കിട്ടി. ശിക്ഷ എന്ന് പറയുമ്പോൾ പാപത്തിന്റെ ശിക്ഷയുണ്ട്. അതിനെ നാം ദ പണിഷ്മെന്റ് ഓഫ് സിൻ എന്ന് പറയും. പാപത്തിന്റെ ശക്തിയിലുള്ള വിടുതലുണ്ട്, ദ പവർ ഓഫ് ദ സിൻ. അടുത്തത് പാപത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദ പ്രസൻസ് ഓഫ് ദ സിൻ. ഇവ മൂന്നിൽ നിന്നും എന്നെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു, പൂർണ്ണമായി വിടുവിക്കും. അതാണ് ഈ വിടുതലിന്റെ ദൂത്. വചനം നൽകുന്ന വെളിപ്പാട് അതാണ്. ഒന്നാമത്തെ നീതീകരണത്തിന്റെ ഫലം എന്ന് പറയുന്നത് ശിക്ഷാവധിയിൽ നിന്ന് നാം വിടുവിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളിൽ നിന്നുള്ള മോചനമാണ്. നമുക്കറിയാം, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ഒരു ജഡവും നീതീകരിക്കുന്നില്ല. ന്യായപ്രമാണം എന്നോടെല്ലാം ചെയ്യുവാൻ ആവശ്യപ്പെടുമ്പോൾ കൃപയുടെ പ്രമാണം എനിക്ക് വേണ്ടി എല്ലാം ചെയ്ത് കഴിഞ്ഞു. ന്യായപ്രമാണം എന്നെ നിർബന്ധിക്കുമ്പോൾ കൃപ എനിക്ക് വേണ്ടി എല്ലാം നിർവഹിച്ചു. ന്യായപ്രമാണം എല്ലാം ആവശ്യപ്പെടുമ്പോൾ കൃപ എന്റെ മേലെല്ലാം ദാനമായി ചെയ്തു കഴിഞ്ഞു. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ എനിക്ക് കുറ്റബോധം ഉണ്ടാവുമ്പോൾ അതിന്റെ അർത്ഥം ഞാൻ പൂർണ്ണനല്ല, യോഗ്യനല്ല, എനിക്കെല്ലാം ചെയ്യാൻ കഴിയുന്നില്ല, ഒന്നിൽ തെറ്റിപ്പോയാലും എല്ലാം തെറ്റിപ്പോകുന്നു. അപ്രകാരമൊരു സമ്പൂർണമായ വിടുതൽ എനിക്ക് ലഭിക്കാത്ത കാലത്തോളം എന്റെ മനസ്സാക്ഷിയിൽ എപ്പോഴും കുറ്റബോധമുണ്ടായി. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ എന്നെ ഒരിക്കലും കർത്താവിലേക്ക് നയിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ കൃപ എനിക്ക് വേണ്ടി എല്ലാം നിർവഹിക്കുന്നു. എനിക്ക് വേണ്ടി പകരക്കാരനെ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ യേശുവിനെ എന്റെ ജീവിതത്തിൽ അനുവദിച്ചു കൊടുക്കുമ്പോൾ എന്നിലൂടെ കർത്താവ് പ്രവർത്തിക്കുന്നു, പാപത്തിൽ നിന്നെ സ്വതന്ത്രനാക്കുന്നു. അവിടെ കൃപാ സകലവും എനിക്ക് വേണ്ടി ചെയ്യുവാൻ ശക്തി നൽകുന്നു. എന്നെ ബലഹീനതയിൽ തുണ നിൽക്കുന്നു. എന്നെ സമ്പൂർണ്ണനാക്കുവാൻ കൃപ എന്നെ സഹായിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ പഠനം നാം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള അനുഗ്രഹങ്ങൾ, ആത്മീയ ഫലങ്ങൾ നമുക്ക് ഇങ്ങനെ അത് കൺക്ലൂഡ് ചെയ്യാൻ കഴിയും. റോമാലേഖനം 5:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകൾ: ദൈവത്തോട് സമാധാനം, ദൈവകൃപയിലേക്ക് പ്രവേശനം, ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസ, കഷ്ടതയിലൂടെ ലഭ്യമായ സഹിഷ്ണുത, അതോടുകൂടെ സിദ്ധത, പ്രത്യാശ, പരിശുദ്ധാത്മാവിനാൽ ഹൃദയത്തിൽ പകരപ്പെട്ട ദൈവസ്നേഹം. ഇതെല്ലാം രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനുള്ള മഹത്തായ ആത്മീയ അനുഭവങ്ങളാണ്. അതുകൊണ്ട് ഈ ഒരു മാറ്റം, അതിനെ നമുക്ക് ട്രാൻസിഷൻ എന്ന് പറയാൻ കഴിയും. നീതിമാനിലേക്കുള്ള ഒരു പ്രൊമോഷൻ. അഭക്തനും പാപിയും അധർമ്മിയും ദുർമാർഗിയും ശത്രുവും ബലഹീനനുമായിരുന്ന വ്യക്തി നീതീകരിക്കപ്പെട്ട് നീതിമാൻ എന്ന പദവിയിലേക്ക് മാറുമ്പോൾ പിന്നെ ആ വ്യക്തിത്വത്തിന്റെ ഉള്ളിൽ ക്രിസ്തു നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ താൻ നിർമ്മലീകരിക്കുവാനുള്ള വാഞ്ച, എന്നെ വിളിച്ച് വിശുദ്ധരൊത്തവണ്ണം അനുസരണമുള്ളവനായി തീരുവാനുള്ള ആഗ്രഹം, എല്ലാ നടപ്പിലും വിശുദ്ധരായി തീരുവാനുള്ള വാഞ്ച. ക്രിസ്തു ലൗകികനല്ലാത്ത പോലെ ലൗകികന്മാരല്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള ആഗ്രഹം. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നമ്മെ സൽഗുണ പൂർത്തീകരിക്കുന്ന ആ ഒരു കൃപ. പിതാവിന്റെ കൽപ്പനകളെല്ലാം ക്രിസ്തു ഭൂമിയിൽ പ്രമാണിച്ച് അനുസരിച്ചതുപോലെ ഞാനും സകലത്തിലും അനുസരണമുള്ളവനായി തീരുവാനുള്ള എന്റെ സമർപ്പണം. ഇതാണ് പ്രിയമുള്ളവരെ ഈ നീതീകരണത്തിലൂടെ നമുക്ക് ലഭ്യമായി തീരുന്നത്. അതിനുവേണ്ടിയാണ് ആത്മാവ് നമ്മുടെ ഉള്ളിൽ നീതീകരണത്തിന്റെ ഫലം അല്ലെങ്കിൽ നീതീകരണം എന്ന ഒരു വിത്ത് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനാൽ നട്ട് അത് ജീവൻ പ്രാപിച്ച് രൂപാന്തരമായും മാനസാന്തരമായും നീതിഫലമായും വിശുദ്ധീകരണമായും സമൂലമായ പരിവർത്തനത്തിലേക്ക് നമ്മെ നയിക്കുന്ന മഹത്തായ ആത്മീയ അനുഭവമാണ് നീതീകരണം. ഇന്ന് പകൽക്കാലവും നമുക്ക് ദൈവനീതിയിൽ ജീവിക്കുവാനും വിശ്വാസത്തുള്ള നീതിയിൽ നിലനിൽക്കുവാനും ഏവർക്കും ഇടയാകട്ടെ എന്നൊരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.